ഇന്നത്തോടു കൂടി 5th സെം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം ഞങ്ങൾക്ക് എക്സാം ഇന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ തൊട്ട് റെഗുലർ ക്ലാസ്സും അതുപോലെ തന്നെ എക്സാം ഇച്ചിരി പാടായിരുന്നു. അപ്പോഴാണ് മാലാഖയെ പോലെ ബെൻ വന്നിട്ട് പറഞ്ഞത് നാളെ തൊട്ട് ഓൺലൈൻ ക്ലാസ് ആണെന്ന്. അങ്ങനെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ ഗൈസ്. അപ്പം ഞാനും ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുക എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. നിന്റെ ഫാൻസ് ആരും മെസ്സേജ് അയച്ചില്ല കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ റീലിൻ്റെ കുറച്ച് പാർട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കുമാണ് കണിക്കൊന്ന് പൂത്തുവാരി കിടക്കുന്നു ഗൈസ്. ഇത് കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് വേറെ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് പോവുകയാണ്. ആദ്യം ബാക്കിലായിരുന്നു, ഇപ്പോൾ ഫ്രണ്ടിലോട്ട് നടന്നു പോവുക. അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പെക്കോണ്ടിരിക്കണം ഗൈസ്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കാണ് അഭിജിത്ത് പറഞ്ഞ വായു ലൈമ് മേടിച്ച് തരാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ കൂടെ ലൈം കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള കഫേ തന്നെ പോയി. ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ ഫുൾ വേസ്റ്റ് ആണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. ഞാൻ അഭിജിത്തിൻ്റെ കൂടെയാണ് പോയത്, വിധു മറ്റേ അഭിജിത്തിൻ്റെ കൂടെയും. അങ്ങനെ ഞങ്ങൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് നേരെ ഓപ്പോസിറ്റുള്ള കഫേയിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നിതീഷേട്ടൻ ഉണ്ടായിരുന്നു ഗൈസ്, പിന്നെ ശിവാനി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ലൈമും പിന്നെ ഷേക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് പെട്ടെന്നൊരു റീല് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ റീലൊക്കെ ചെയ്തു. ഇതൊക്കെ അവിടെ ഉള്ള സാധനങ്ങളാണ് ഗൈസ്. എനിക്ക് കണ്ടപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ റീല് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ എനിക്ക് ഫുള്ള് ചിരിയായിരുന്നു. എനിക്കിങ്ങനെ സങ്കടമുള്ള റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലൈം കുടിച്ചു ഗൈസ്. ഞാനും അഭിജിത്തുമാണ് ആദ്യം കുടിച്ചത്. പിന്നെ ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് എഴുതണമായിരുന്നു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അർച്ചന ചേച്ചിയും കൂടെ നേരെ പാറശാലയ്ക്ക് പോയി പത്രം മേടിക്കാനായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്പോട്ട് കാണാൻ വേണ്ടി പോയി ഗൈസ്. അർച്ചന ചേച്ചി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ അടിപൊളി വലിയ കുളവും നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര. എനിക്ക് അർച്ചന ചേച്ചി പുതിയൊരു സ്പോട്ട് കാണിച്ചു. അർച്ചന ചേച്ചി വരൂ, സ്പോട്ട് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് വായി നോക്കിയിട്ടൊക്കെ വന്നു. നിറയെ മീനാണ് ഗൈസ്. ഞങ്ങൾ നാളെ വരും അല്ലേ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു കുളം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അത് പോകുന്ന വഴിയൊക്കെ ഗൈസ് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല നിറയെ കാട്. മഴ നനഞ്ഞു ഗൈസ്. മഴ നനഞ്ഞിട്ട് ഞങ്ങൾ അവസാനം അപ്പാർട്ട്മെന്റിലെത്തി. ബൈ പറയൂ. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.